മനോജെ, ഈ നിസ്സാരമായ കാര്യത്തിന് തമ്മിലാണോ നിങ്ങൾ പിണങ്ങി ജീവിക്കുന്നത്? നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എത്രയോ കാലം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാനുള്ളതാണ്. നിന്റെ വായിക്കാൻ തന്നെ ഇരിക്കുക. നീ ഒന്ന് തുറന്ന് പറയാവേ. അല്ല, ഞാൻ നീ പറയുന്നത് കാര്യമുണ്ടെന്ന് എനിക്കറിയാം. പറ രമണി, രമണി എന്താണ് പ്രശ്നം? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് അമ്മാവനോട് പറ. അല്ല മാമ, അതാണ് നിങ്ങൾ പറയുന്നതിലാണ് കാര്യം. എനിക്കറിയാം. അവളെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല. അവളൊരു ഉത്തരവാദിത്തമുള്ളൊരു പെണ്ണ. എനിക്കറിയാം. നീ കാര്യം പറ. എന്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? അത് എനിക്കറിയാം. നിന്റെ കയ്യിലാണ് പ്രശ്നം എനിക്കറിയാം. പക്ഷെ രമണി കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീ പോകണ്ടേ? നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കുറെയൊക്കെ സംഭവിക്കുന്നത്. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? അവള് പറയുന്നതിനാണ് കാര്യം. എടാ, നിന്റെ വായിക്കകത്ത് പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ? നീ എന്നെ ഒന്ന് തുറന്ന് പറയാവേ. അമ്മാവനെന്ന് പറഞ്ഞ രാവിലെ മധ്യസ്ഥ പറയാൻ കയറി വന്നേക്കുന്നത്. ഇതിന് മുമ്പ് എന്നെ അണ്ണാക്കി കയറി അങ്ങോട്ട് സംസാരിക്കും. മറ്റൊരു വാതുറക്കാൻ സമ്മതിക്കണ്ടേ? മനോജെ, ഞാനിവിടെ അമ്മാവനാടാ. നിനക്കറിയാമോ, ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും വീടാന്തരം കയറി ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന ഒരാളാണ് ഞാൻ. പാതിരാത്രിയുള്ള നിങ്ങൾ വീടാന്തരം കയറി ഇറക്കുമെന്ന് നിർത്തിയാൽ ഈ ഏരിയയിൽ ഒരു പ്രശ്നവും ഇല്ല. അറിയോ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? വഴക്കാണെന്ന്. ഏത് സമയം ഇവള് വഴക്കാണ്. എനിക്ക് ഇവളോട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവള് സംസാരിക്കുമ്പോൾ നീ സംസാരിക്കരുത്. നീ സംസാരിക്കുമ്പോൾ അവള് സംസാരിക്കരുത്. കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ, രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴേ ശബ്ദം കേൾക്കുള്ളൂ. അല്ല, ഒറ്റ കൈ അടിച്ചാലും ഞാൻ കേൾക്കും. ഒരു കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തില്ല. കൈ അടിച്ചാലും കേൾക്കും. ഒരു കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തില്ല. കേൾക്കത്തില്ലെന്ന്. ശബ്ദം കേട്ടോ? കേട്ടു. എത്ര കൈ എടുത്തു? ഒരു കൈ. ശബ്ദം കേട്ടല്ലോ. കേട്ടു. അതാണ് ഒരു ഒറ്റ കൈ അടിച്ചാൽ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് വേറെ ആരും കേട്ടില്ലല്ലോ. നാട്ടുകാർ കേട്ടില്ല. കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. അവൻ പറയുന്ന കാര്യമുണ്ട്. എന്താണ് പ്രശ്നം? അമ്മാവ, സംശയം തന്നെയാണ് പ്രശ്നം. ഇവളുടെ സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അവളുടെ സംശയം. ഇത് സൗന്ദര്യം കൂടിപ്പോയെന്ന് പറയാൻ ഞാൻ അങ്ങനെ നടക്കുന്നവനാണോ? സൗന്ദര്യം കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നടക്കുന്നവനാണോ എന്ന്. എന്റെ അമ്മാവ് എങ്ങോട്ട് വന്നേ. പാതിരാത്രി ആവുമ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒന്ന് മുറി അടച്ച് കിടക്കും. രാത്രി 1 മണി 1:30 മണിയൊക്കെ ആവുമ്പം പിന്നെ ഇങ്ങോട്ട് കോളാ. നിങ്ങളുടെ ആവക കാര്യങ്ങളൊക്കെ പറയാതെ നിങ്ങളുടെ ഫോൺ കോൾ ആണല്ലോ അവള് പറഞ്ഞത്. പാതിരാത്രി 12 മണിക്ക് നീ ആരെയാണ് മനോജ ഈ ഫോൺ വിളിക്കുന്നത്? എനിക്ക് എന്റെ കൺട്രാക്റ്റിനെ വിളിക്കണ്ടേ? കൺട്രാക്റ്റിനെ വിളിക്കണ്ടേ? പണിയുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇവക്ക് ഉരുട്ടി വിഴുങ്ങാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതിനൊക്കെ വിളിക്കുന്ന ഫോൺ ചെയ്യുന്നതാണോ തെറ്റ്? അതാണ് 12 മണിക്ക് സംസാരിക്കുന്നത്. എന്റെ ഭഗവാനെ, പാതിരാത്രി കൺട്രാക്റ്റിനെ വിളിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു തൊഴിലാളിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. കൺട്രാക്റ്റിന് ഉമ്മ കൊടുക്കുന്നില്ല. കൺട്രാക്ട് ഒരു അടുത്ത് വിളിച്ചു ചോദിക്കും. അപ്പൊ നാളെ ചട്ടി വേണം, വേണ്ട. അതുകൊണ്ട് മണ്ണിറക്കണം, വേണ്ട. ലോഡ് കട്ടയുണ്ടോ, വേണ്ട. ഇതിനാണ് അവള് എന്ന് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞൊപ്പിച്ച് എനിക്ക് ഇത്തിരി വിവരവും വിദ്യാഭ്യാസം ഒക്കെ കൂടി പോയി. കിട്ടോ? എന്നെ പോലെ വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ലോകത്തിൽ ഏത് സ്ത്രീ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ പറയും. ആ ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പൊ ഇവിടെ വിവരം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്ത്രീക്ക് അന്യപുരുഷനിൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്താണ്? കളങ്കമൊന്നും കേട്ടിട്ടില്ലല്ലേ? ഒരു സ്ത്രീക്ക് അന്യപുരുഷനാൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്താണ്? സ്വർണം. ആ കിടക്കുന്ന ഈ നീളത്തിൽ അവള് വിവരം എടുത്തിട്ടുണ്ട്. സ്വർണം. ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ട സാധനമാണ് സ്വർണം. ഒരു ക്ലൂ തരുമോ? ഇനി അനിയന് ക്ലൂവും കൂടെ ഞാൻ കൊടുങ്ങി. എടി, ഒരു സ്ത്രീക്ക് അന്യപുരുഷനിൽ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ചാരിത്രം. അതാണ്. എന്തൊരു സാധനം? ചാരിത്ര്യോ? അതെന്തൊരു സാധനമൊന്നും. ചാരിത്ര്യോ? ഞാൻ പറഞ്ഞുതരേണ്ട. ഈ ചാരിത്രം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാർത്തിക ദിവസം അല്ലെങ്കിൽ തിരുവാതിര കാർത്തികയൊക്കെ വരുമ്പം നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന ദിവസം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇലയില് ചേമ്പും കാച്ചിലൊക്കെ പുഴുങ്ങി വെക്കത്തില്ലേ? അതിന്റെ കൂടെ പുഴുങ്ങി ഇറക്കി വെക്കുന്ന ഒരു സാധനമാണ് ചാരിത്രം. കഴിച്ചിട്ടില്ല. അത് കഴിച്ചിട്ടില്ലെന്ന് പോലും. ദേഷ്യം കാണിക്കണത് ഒരു സ്നേഹമില്ല എന്റെ അടുത്ത്. ദേഷ്യം കണ്ട എത്ര സ്നേഹിച്ചാലും സ്നേഹമില്ലെന്നേ പറയും. എനിക്കത് ഓർമ്മ. കഴിഞ്ഞ ആഴ്ച പണിയില്ല. അമ്മാവൻ കേൾക്കണം, പണിയില്ലാതെ ഞാൻ വരുന്ന വഴിക്ക് ഒരുത്തൻ എന്റെ മുഖത്ത് പോയി ചോദിക്കുന്നു, നിനക്ക് പെണ്ണുമ്പിള്ള നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ട് ആക്കിടാന്ന് ഒരുത്തൻ എന്റെ മുഖത്ത് പോയി ചോദിച്ചു. കേട്ടോണ്ട് വന്നോ ഞാൻ? ഇല്ല. അടിച്ച് ഇല്ലാതാക്കി നാട് ചവിട്ടി അടിച്ച് ഓടയിലെടുത്ത് കൊല്ലണം അവനെ.
നീ സ്നേഹമില്ലെന്ന് പറയരുത്. കരയല്ലേ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ ചേട്ടാ. പിന്നെ ചേട്ടന് നോക്കാൻ വേണ്ടി എന്നെ എന്റെ കൊച്ചിനെ കൊണ്ട് അങ്ങനെ വീട്ടിൽ നിർത്തണമെന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛൻ ഓടാൻ എടുത്തിട്ടെന്ന് പറഞ്ഞത് ഇവിടെ അച്ഛനെ ചവിട്ടിക്കൂട്ടി ഓടാൻ എടുത്തിട്ട് കൊടുത്തു നടുവൊക്കെ ചവിട്ടി എന്റെ അടുത്ത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇങ്ങനെ എന്ത് ചെയ്യണം ഞാൻ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തോന്നാണ് നിങ്ങൾക്ക് കുഴപ്പം? നിന്നെ മാത്രമല്ല അമ്മാവന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തോന്നാണ് കുഴപ്പം? എന്റെ തേത്തങ്ങാനും തൊട്ട് കളിച്ചോണ്ടല്ല. അയ്യോ അയ്യോ നാട്ടുകാരെ ഓടിയണേ, ഈ കാലമാടൻ എന്നെ അടിച്ചു കൊല്ലണേ. അയ്യോ പല്ല് പോയി അമ്മാവ, കടവായിലെ പല്ല് പോയി. അയ്യോ 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 എന്റെ നടു. യമണി യമണിയേ യമണി എന്തോ എടി അപ്പൊ കൈ ഓങ്ങിയതല്ലേ ഉള്ളു, തല്ലിയില്ലല്ലോ. ഇതാണ് ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ്. ആ ഞാൻ ഊങ്ങല് മാത്രമേ ഉള്ളൂ, അടിയൊക്കെ അവൾ എന്നെ തിരിച്ചടിക്കണേ. എന്നിട്ട് ഇവിടെ ഈ നിലവിളിയും ഈ അങ്കവിളിയൊക്കെ കേട്ടിട്ട് അപ്പുറത്തെ പിള്ളേർ വന്ന് എന്റെ നേരത്ത് പൊങ്കാലി ഇട്ടിട്ട് അവന്മാർ ഇറങ്ങിപ്പോകും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിസ്സാര കാര്യത്തിനാണ് നിങ്ങളുടെ തമ്മിൽ അടിയും പ്രശ്നമൊക്കെ. ഇനി എന്തെങ്കിലും നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി. ഞാൻ ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, ഞാൻ പോകുവാണ്. വല്ല വിഷയം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ. മധ്യസ്ഥ പറയാൻ വന്നല്ലോ, ഈ ഒരു മനസ്സ് കാണിച്ചു. ഞാൻ പോയേക്കുവാ. അമ്മാവ, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവൂല. അമ്മാവൻ പറഞ്ഞതിനെ കൊണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷേ ഇനി എന്റെ കണ്ണിലെങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും കൊഞ്ചിക്കൊടയോ ചെയ്ത് ഞാൻ അപ്പൊ ഈ വീടിന്റെ പടി ഇറങ്ങും, ഉറപ്പ്. ശരി രമണി, ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാം. ഇതെന്റെ വൈഫാണ്. എന്താ പേരെന്താ? അയ്യോ അവക്ക് ചെവി വെക്കാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ ചെവി വെക്കാനും സംസാരിക്കാനും പറ്റില്ല. അയ്യോ കണ്ടാ പറയില്ല കേട്ടോ, നല്ലത്. എന്റെ സുഹൃത്താട്ടോ, ഞങ്ങൾ ഒരുപാട് ആളെ. എന്താ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്താ? ഇവിടെ നമ്മള് ബാംഗ്ലൂർ വരെ പോകാൻ വേണ്ടി. ബാംഗ്ലൂർ പോകണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ ID കാർഡ് എടുക്കാൻ മറന്നു. അയ്യോ ID കാർഡൊക്കെ ട്രെയിനിൽ ഭയങ്കര വിഷയം. അതിപ്പോ ഭയങ്കര വിഷയമാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കട്ടെ ഒരു 5 മിനിറ്റ്. ഞാനിപ്പം പോയിട്ട് ID കാർഡ് എടുത്തോണ്ട് വരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ വീട്, എന്നാലും ശരിയാവൂല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൂടെ കൊണ്ടുപോകും. അയ്യോ അത് അവക്ക് ഓട്ടോയ്ക്കകത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗർഭിണി ആയതുകൊണ്ട് വയറ് പ്രശ്നമൊക്കെ അതൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തി ശരിയാവത്തില്ല. അതിൽ ഒരു 5 മിനിറ്റ് കാര്യമാണ്. ഈ പോയിട്ട് പട്ടേന്ന് പെട്ടെന്ന് വരുമോ? 5 മിനിറ്റ്. ശരി ശരി ശരി. എന്റെ ദൈവമേ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീട് കൊണ്ടുവച്ച് ഇനി അവിടെ സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനുള്ളത്. ഈ സമയത്ത് പെണ്ണുമ്പിള്ള വെളിയിൽ പോയിരിക്കുക. അവളെ എന്റെ സ്വഭാവം വെച്ച് ഞാൻ പിടിച്ചു കയറ്റിയെന്നേ പറയൂ. എന്തോ പറയാ കുട്ടി. ഹലോ, കാതും കേൾക്കാൻ പറ്റത്തില്ല സംസാരം. ഹലോ മോളെ, ഹലോ. ഇവിടെ എന്റെ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ സംശയത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് അവള്. ഒരു പക്ഷെ അവള് വന്നാലേ ഞാൻ പറയണ മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. നീ എന്റെ കൂട്ടുകാരൻ്റെ വൈഫാണെന്ന് പറയണം. അയ്യോ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചതല്ല പറഞ്ഞ. വരുമ്പോഴേ ഞാൻ കൂട്ടുകാരന്റെ വൈഫാന്ന് പറയുമ്പോ പറയും, ഞാൻ പറയും. ഇതിനോട് ഞാൻ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ എന്തോ, ഇപ്പൊ എങ്ങനെ ചെയ്യും? അയ്യോ എന്ത് പറ്റി? ഗർഭിണിയൊക്കെ തലവറക്കം. അയ്യോ ആരാ ഇത്? എവളാരാ? എവളാരാ? എന്നെ സംശയിച്ചു. കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ പോലും? അയ്യോ അതല്ല, വേറെ കൂട്ടുകാരന്റെ ഭാര്യ. എന്നാ കൂട്ടുകാരന്റെ ഫോണിൽ വിളി, ഫോണിൽ വിളി കൂട്ടുകാരനെ. അവന്റെ നമ്പർ എന്റെ ഇല്ല. അവന്റെ നമ്പർ അല്ല എന്റെ. നിങ്ങളിപ്പോ പറഞ്ഞത് കൂട്ടുകാരന്റെ ഭാര്യാണെന്ന്. അതെ അതെ, അവിടെ ഇല്ലെന്ന് പറഞ്ഞ എന്ത്? ഇല്ല, സത്യമായിട്ടും ഇല്ല. ചോദിക്കാൻ വയ്യേ, മാറങ്ങോട്ട്. നീ ആരാടി? എന്റെ ഭർത്താവിന്റെ കൂടെ എന്താണ് നിനക്ക് കാര്യം? ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചിന് സംസാരിക്കാനും ചെവിയാക്കാനും പറ്റത്തില്ല. ഇവിടെ നിർത്തിയിട്ട് പോയതാണ്. എല്ലാ ഡീറ്റെയിൽസും അപ്പൊ അറിയാല്ലേ? ചതിക്കായിരുന്നല്ലേ? ഇത്തിരി കിട്ടിയാ വലിയ ചോദിക്കാം. എന്റെ ഭർത്താവ് നിന്റെ ആര്? കല്യാണം കൊച്ചുവായോ? എന്റെ മോനെ അടങ്ങടി. എടി ഞാൻ ആ കൊച്ചു ആരാന്ന് ചോദിച്ചപ്പോഴേ ആ കൊച്ചിന്റെ പേര് പറഞ്ഞതാ കല്യാണി കുഞ്ഞിരാമൻ. അല്ലാതെ കൊച്ചായിരുന്നു അല്ലടി ഒന്ന് പറ.
അല്ല, ഇതെന്റെ അമ്മാവനാ. അമ്മാവാ, അമ്മാവാ. അയലോക്കത്ത് കിടക്കണ്ടല്ലോ. എന്താ അമ്മാവാ, എന്റെ മോനെ? ഇയാള് നമ്മളെ ഇത്രയും കാലം ചതിക്കായിരുന്നു അമ്മാവാ. ആര്? ഇയാളെ ഇവളെ കല്യാണം കഴിച്ച് അമ്മാവൻ ചോദിക്കട്ടെ. പക്ഷെ അവള് സംസാരിക്കൂല, ഊമയാ അമ്മാവാ. എത്ര ഊമയോട് അമ്മാവൻ സംസാരിച്ചിരിക്കുന്നു. അമ്മാവൻ ചോദിക്കാം. ഇത്രയുള്ള കാര്യം അമ്മാവന് കാര്യം മനസ്സിലായി? എനിക്ക് കാര്യം മനസ്സിലായി. മനസ്സിലായി. പറഞ്ഞു കോടി വെക്ക്. കേക്കട്ടെ അവള്. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവൻ ഇവളെ കല്യാണം കഴിച്ചായിരുന്നു. പാതിരാത്രി 12 മണിക്ക് ഇവരുടെ ട്രെയിനിൽ വേറെ എങ്ങോട്ടോ പോകുമെന്നാണ് അവള് പറഞ്ഞത്. ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കരുത്. പറയല്ല അമ്മാവൻ പോടാ, ഇവിടെ വിളിച്ചോട്ട് ഇറങ്ങി പോടാ. ആവശ്യമില്ലാത്ത പറയരുത്. പഠിക്കണ്ട. തേപ്പിന് തേപ്പമാവാ. ഈ ലോകം മൊത്തം കറങ്ങി നടന്നാലും 6 മാസത്തിനകത്ത് ഇങ്ങേരെക്കാളും ആരോഗ്യം സമ്പത്തും സൗന്ദര്യമുള്ള ഒരുത്തന്നെ കല്യാണം കഴിച്ച ഈ വീടിന്റെ പടി ഞാൻ കയറും. ഇല്ലെങ്കിൽ എന്നതാ ഇന്നാന്ന് വിളിച്ചോ. എവിടെ തിരക്കിയാലും കിട്ടത്തില്ല ഇരിക്കുന്ന സാധനത്തിന്. കുടുംബം കുടുംബം കേട്ടോ. അളി എന്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നീ ചെയ്തു തന്നു. സന്തോഷം. അമ്മ ഇതെന്റെ വൈഫാണ്. ഞങ്ങളോട് പോട്ടെ, തിരക്കാണ്. പച്ചപ്പൊക്കെ വിളിച്ചോണ്ട് പോകും എന്റെ ജീവിതത്തിൽ. അയ്യോ അറി ഓർക്കും, എന്നും ഞാൻ ഓർക്കും. രമണിയെ എടി, അത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. രാത്രി 12 മണിക്കല്ലാണ്ട് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് പോകാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയതാ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു അല്ലേ മനോജെ? അതല്ല, സത്യം അങ്ങനല്ല. ഞാൻ 2ാമത് വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി അങ്ങോട്ട് പോകാനായിട്ടിരുന്നത്, വയനാടോ എവിടെങ്കിലും നാട് വിട്ട്. അതല്ല, അതാണ് സത്യം. ഇല്ല, ഞാൻ സമ്മതിക്കും. ഞാൻ അവളെ അവിഹിതമുണ്ടോ? ഞാൻ ഇന്ന് പോകണം. ഇന്ന് അവളോട് ഞാൻ പോകും. അത് ചേട്ടന്റെ കൂട്ടുകാരനും ഭാര്യയും അവര് ട്രെയിനിൽ പോണ ചേട്ടാ. ആണോ? എനിക്ക് വിശ്വസിച്ചേട്ടാ. എടി പോത്തെ, ഇനി ഇതല്ലടി പട്ടി പറയുന്ന നടക്കല്ലോ ഇവിടെ കിടന്ന് ഞാൻ പറയണത്. അപ്പൊ അമ്മാവനാ